നമ്മൾ പഠിക്കാൻ പോകുന്ന സെൽ ഓർഗനൽ എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഗോൾഗി ബോഡീസ്, ഗോൾഗി അപ്പാരറ്റസ് എന്നൊക്കെ പറയും. ഓക്കെ, ഗോൾഗി ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയും. ഓക്കെ, ഈ ഗോൾഗി ബോഡിയെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കാമിലോ ഗോൾഗി 1898 ഒരു ഡെൻസ്ലി സ്റ്റെയിൻഡ് റെറ്റിക്കുലാർ സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് അദ്ദേഹം കണ്ടു. ഡെൻസ്ലി സ്റ്റെയിൻ, അതായത് നല്ല കട്ടിക്ക് തന്നെ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റെറ്റിക്കുലാർ സ്ട്രക്ചർ. റെറ്റിക്കുലാർ എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് പോലെ, ഒരു വല പോലത്തെ ഒരു സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ, ഇതേ പിക്ചർ ഇതിൽ ഉണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത്, ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കാമിലോ ഗോൾഗിയാണ്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം 1898 ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പേര് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്നുള്ള പേര് അദ്ദേഹത്തിന് ശേഷമാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഫ്ലാറ്റായിട്ടുള്ള ഡിസ്ക് ഷേപ്പുള്ള സാക്സ് കാണുന്നുണ്ട്. ഈ ഒരു സാക്സ്, അതായത് അതിനെയാണ് നമ്മൾ ക്രിസ്റ്റേണെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് ഒരു 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ ഡയമീറ്ററാണ് വരുന്നത്. ഓക്കെ, ഡയമീറ്റർ 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ, അത്രയും സ്മോളാണ്. ഒരു സാക്സ് പോലെയുള്ള ഈ പിക്ചറിൽ നോക്കുക, ഇതിൽ ക്രിസ്റ്റേണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരുപാട് ക്രിസ്റ്റേണ് കൂടി ചേർന്നിട്ടാണ് ഒരു ഗോൾഗി ബോഡി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഡിസ്കിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്, സാക്ക് പോലെ ഡിസ്ക് ഷേപ്പ്ഡ് സാക്കാണ്. ഓക്കെ, ഇതുണ്ടല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ക്രിസ്റ്റേണയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലലായിട്ടാണ്. കണ്ടോ, നേരെ എന്താ പറയുക, എല്ലാം പാരലലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗോൾഗി കോംപ്ലക്സിലുള്ള ക്രിസ്റ്റേണിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. വാരീഡ് നമ്പർ ഓഫ് ക്രിസ്റ്റേണ്, അതായത് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഗോൾഗി കോംപ്ലക്സിലുണ്ടാകും. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ടാകും ഒരു ഗോൾഗി കോംപ്ലക്സിൽ. ഈ ഗോൾഗി ക്രിസ്റ്റേണ് കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ്, അതായത് പരസ്പരം അടുത്ത് തന്നെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസിനോട് ചേർന്നാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അദ്ദേഹം അത് കണ്ടത് ന്യൂക്ലിയസിനോട് ചേർന്നായിട്ട്, ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഗോൾഗി കോംപ്ലക്സ് കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഗോൾഗി ക്രിസ്റ്റേണ് ഇതിന് ന്യൂക്ലിയസിൻ്റെ അടുത്താണ് കാണുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, ഒരു കോൺവെക്സ് സിസ്സും പിന്നെ ഒരു ഫോമിങ് ഫേസ് ആയിട്ട്. അത് ഈ ഒരു കോൺവെക്സ് സിസ്സാണ് ഫോമിങ് ഫേസ്, ആൻഡ് കോൺകേവ് ട്രാൻസ് ഉണ്ട്, അത് മെറ്റേണിങ് ഫേസ് ആണ്. അതായത് ഈ ഒരു ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക. കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, അതായത് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു റൗണ്ട് ഷേപ്പല്ല, നമ്മൾ കണ്ണിൻ്റെയൊക്കെ ലെൻസിൻ്റെയൊക്കെ ഷേപ്പ് നമ്മൾ പറയാറില്ലേ കോൺവെക്സ് എന്ന്, പുറത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അതാണ് കോൺവെക്സ്. അങ്ങനെയുള്ള ഈ ഒരു ഇതിനെ നമ്മൾ സിസ് എന്നും പറയും. എന്നാൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന, ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗത്തെ ട്രാൻസ് എന്നും പറയും. സിസ് ഫേസ് ആണ് ഫോമിങ് ഫേസ്, ട്രാൻസ് ഫേസിന് മെറ്ററിങ് ഫേസ് എന്നും പറയും. ഓക്കെ, ഇതാണ് മെച്ചുറിങ് എന്ന് പറയാം, മെച്ചുറിങ് ഫേസ്. ഓക്കെ, പിന്നെ ഈ ഒരു സിസ്സും ട്രാൻസും ഫേസസ് എന്താ പറയുക, ഒരു ഓർഗനലിലെ, അതായത് ഇതിലെ സിസ്സും ട്രാൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പക്ഷെ രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഗോൾഗി അപ്പാരറ്റസിൻ്റെ പ്രിൻസിപ്പൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ ടു ബി ഡെലിവേർഡ് എയ്തർ ടു ഇൻട്രാ സെല്ലുലാർ ടാർജറ്റ്സ് ഓർ സെക്രീറ്റഡ് ഔട്ട്സൈഡ് ദ സെൽ. അതായത് ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ പരസ്പരം ഇൻട്രാ സെല്ലുലാർ ടാർജറ്റ്സ്, സെല്ലുകളുടെ ഉള്ളിൽ ഇൻട്രാ സെല്ലുലാർ, അതിൻ്റെ ഉള്ളിലാണ് ടാർജറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ, അല്ല എന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത് എവിടേക്കാണോ ഡെലിവർ ചെയ്യേണ്ടത് അങ്ങോട്ട് ഡെലിവർ ചെയ്യുക, ഇതിനെ പാക്ക് ചെയ്തിട്ട് ഡെലിവർ ചെയ്യുക. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഓഫീസ്
പോസ്റ്റ് ഓഫീസിലെ ഫങ്ഷൻ പോലെയാണ്. ഇത് പാക്ക് ചെയ്യും, എന്നിട്ട് ലാബിൽ ഐറ്റംസ് വിച്ച് ഇറ്റ് ദെൻ സെൻസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെൽസ് ഓർ ടു ദി എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. അതായത് എവിടേക്കാണ് എന്നുള്ളത് ലാബിൽ ചെയ്യും. അതായത് ഇൻട്രാ സെല്ലുലാർ ആണോ എക്സ്ട്രാ സെല്ലുലാർ ആണോ പുറത്തേക്കാണോ എന്നുള്ളതിനെയൊക്കെ ലാബിൽ ചെയ്യുന്നത് ഈ ഒരു ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫങ്ഷനാണ്. ഓക്കെ, അതാണ്. അതായതൊരു ഇതായിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഫങ്ഷൻ എന്താണോ ആ ഒരു ജോലിയാണ് നമ്മുടെ എന്തെടുക്കുന്നത്, ഗോൾഗി അപ്പാരറ്റസ്. പോസ്റ്റ് ഓഫീസിൻ്റെ എന്ന് പറഞ്ഞ ഒരു ഉപമയാണ് കേട്ടോ, അല്ലാണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇരുന്ന പോലെയല്ല. അതായത് ആ ഒരു ഫങ്ഷനാണ് എടുക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ മെറ്റീരിയൽസിനെ വെസിക്കിൾസായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് മെറ്റീരിയൽസിനെ വെസിക്കിൾസായിട്ട് പാക്ക് ചെയ്തിട്ട് വരും. അത് നമ്മുടെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഗോൾഗി അപ്പാരറ്റസിൻ്റെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾഗി ബോഡിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ആ സിസ് ഫേസുമായിട്ട് ഗോൾഗി അപ്പാരറ്റസിൻ്റെ സിസ് ഫേസ് ഇതുമായിട്ട് എന്ത് ചെയ്യണം, ഫ്യൂസ് ചെയ്തിട്ട് ഈ സിസ് ഫേസിലൂടെ ഈ വെസിക്കിൾസ് മെറ്റേണിങ് ഫേസ്, അതായത് ട്രാൻസ് ഫേസിലേക്ക് നീങ്ങും. അപ്പോൾ ഇതുകൊണ്ടാണ് ഗോൾഗി അപ്പാരറ്റസിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ടൊരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടെന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഉണ്ടാക്കുന്ന വെസിക്കിൾസിനെ പാക്ക് ചെയ്ത് വരുന്ന വെസിക്കിൾസ് അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന സിസ് ഫേസിലൂടെ കടന്നിട്ട് ട്രാൻസ് ഫേസ് ആയിട്ടുള്ള ഗോൾഗി അപ്പാരറ്റസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് പ്രോട്ടീൻസിനെ എന്താ പറയുക, നമ്മുടെ റൈബോസോംസിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട് ഓൺ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. റൈബോസോംസ് ആണ് അത് ചെയ്യുന്നത്. എന്നിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ക്രിസ്റ്റേനെ ഓഫ് ദ ഗോൾഗി അപ്പാരറ്റസിലേക്ക് ഇത് ചെയ്യും. എന്നിട്ട് റിലീസ്ഡ് ഫ്രം ഇറ്റ്സ് ട്രാൻസ്ഫേസ്, അതിനെ റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ പ്രോട്ടീൻസിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ തന്നെ, പ്രോട്ടീൻസിനെ ഇങ്ങനെ ട്രാൻസ്ഫേസിലൂടെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസിന് വേറെയും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ വേറെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് കൂടെയാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. അതുമാത്രമല്ല ലിപ്പിഡിൻ്റെ ട്രാൻസ്പോർട്ട്, ലൈസോസോമിൻ്റെ ഫോർമേഷൻ, ഇതിലും ഒക്കെ എന്തുണ്ട്, ഗോൾഗി അപ്പാരറ്റസിന് മെയിൻ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു വരുന്ന പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുക, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പാക്കിങ് ചെയ്തിട്ട് എവിടേക്കാണോ അതിനനുസരിച്ച് സെൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു പാക്കേജും ട്രാൻസ്പോർട്ടും ആണ് അത് എങ്ങോട്ടാണ് അതിനെ ഇത് ചെയ്യുക എന്നുള്ള ആ ഒരു ടാസ്ക്കാണ് പ്രധാനമായിട്ടും ഗോൾഗി അപ്പാരറ്റസിനുള്ളത്. കൂടെ ഈ ലൈസോസോമിൻ്റെ ഫോർമേഷൻ, അതേപോലെ ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെ ഫോർമേഷനും ട്രാൻസ്പോർട്ടും, ഇതിലൊക്കെ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിന് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ വരക്കണം. ഇത് സിമ്പിളാണ്. ഈ ഒരു സ്ട്രക്ചർ ആകെ അതിൽ വരുന്നത് ഒരു ക്രിസ്റ്റേണ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് സിസ് ഫേസും ട്രാൻസ് ഫേസും മാർക്ക് ചെയ്യാം. സിസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗവും ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന, അതായത് ഒരു ക്രിസ്റ്റേണയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം സിസ് ഫേസും ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ട്രാൻസ് ഫേസുമാണ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും, രണ്ട് പേരും കൂടെ പറയുന്നുണ്ട്. ട്രാൻസ് ഫേസിനെ മെച്ചുറിങ് ഫേസ് എന്നും മറ്റതിനെ ഫോമിങ് ഫേസ് എന്നും പറയുന്നുണ്ട്. ഈ ഫോമിങ് ഫേസുമായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണക്റ്റഡ് ആണ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വെസിക്കിൾസ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസിനെ, എന്താണോ വരുന്ന മെറ്റീരിയൽസിനെ പാക്ക് ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.